ആദ്യ അപ്ഡേറ്റ് പരിശോധിക്കുകയാണെങ്കിൽ നമ്മുടെ മിസ്കിന്റെ ഡബ്ബിംഗ് വർക്ക് കംപ്ലീറ്റ് ആയിരിക്കുകയാണ് ഐ എം ഗെയിം എന്ന സിനിമ. എന്തായാലും ഐ എം ഗെയിമിന്റെ ക്രൂ മെമ്പേഴ്സ് ആയിട്ട് നമ്മുടെ മിസ്കിൻ ഒരു അടിപൊളി സെൽഫി എടുത്തിട്ടുണ്ട്. അതെന്തായാലും സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുണ്ട്. നമ്മുടെ ഈ വർഷം ഓണം പ്രമാണിച്ച് റിലീസ് ചെയ്യാൻ പോകുന്ന നിഹാസ് സീതായത് സിനിമയും കൂടിയാണ് ദുൽഖർ സൽമാന്റെ ഐ എം ഗെയിം എന്ന് പറഞ്ഞ സിനിമ. കാത്തിരിക്കാൻ നമുക്ക് പടത്തിന്റെ റിലീസിനായിട്ട്. കൈദി സിനിമയുടെ പ്രൊഡക്ഷൻ ഹൗസായ നമ്മുടെ ഡ്രീം വാരിയർ പിക്ചേഴ്സിന്റെ ഭാഗത്ത് നിന്ന് ഒരു ഒഫീഷ്യൽ സർട്ടിഫിക്കറ്റ് സെൻസറിങ് ചെയ്തിരിക്കുകയാണ്, യു സർട്ടിഫിക്കറ്റ് ആയിട്ട്. അതും ഒരു ടൈറ്റിൽ ടീസർ ആണ്. പേര് പരിശോധിക്കുകയാണെങ്കിൽ ദില്ലി എന്നാണ്. നമ്മുടെ കാർത്തികിന്റെ ക്യാരക്ടറാണ് കൈദി സിനിമയിലെ ദില്ലി. എന്തായാലും കൈദി 2ന്റെ ഒരു ടൈറ്റിൽ ടീസർ തന്നെയാണെന്നാണ് സോഷ്യൽ മീഡിയയിൽ തരംഗമാവുന്നത്. ഈവൻ നമ്മുടെ ട്വിറ്ററൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ എന്തായാലും ഇന്നാണ് സെൻസറിങ് നടന്നത്. 30 സെക്കൻഡാണ് ഈ ടൈറ്റിൽ ടീസറിന്റെ റൺ ടൈം നോക്കുകയാണെങ്കിൽ. എന്തായാലും നമ്മുടെ ലോകേഷ് കനകരാജൻ, അതുപോലെ തന്നെ കാർത്തി, അതുപോലെ തന്നെ ഡ്രീം വാരിയർ പിക്ചേഴ്സിന്റെ ഭാഗത്ത് ഒരു സൈലന്റ് ആയ ഒരു അപ്ഡേറ്റ് തന്നെയാണ് അവർ പുറത്തുവിടാൻ ശ്രമിച്ചത്. പക്ഷെ അത് നല്ല പോലെ ഓപ്പൺ ആയിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഉടൻ തന്നെ ഈ ഒരു ടൈറ്റിൽ ടീസർ യൂട്യൂബിൽ അല്ലെങ്കിൽ നമ്മുടെ തിയേറ്ററിലായിട്ട് പ്രദർശനം ചെയ്യാൻ ചാൻസ് കാണുന്നതാണ് വരും ദിവസങ്ങളിൽ. മറ്റൊരു അപ്ഡേറ്റ് ആണ് നമ്മുടെ ഉലക നായകൻ കമൽഹാസൻ, രജനികാന്ത് ഒന്നിച്ച് അഭിനയിക്കുന്ന ഒരു സിനിമയാണ് നമ്മുടെ വരാൻ പോകുന്ന ഒരു ബിഗ്ഗസ്റ്റ് പ്രൊജക്ട് എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും നമുക്ക്. നമ്മുടെ സൂപ്പർ സ്റ്റാറും അതുപോലെ തന്നെ ഉലക നായകനുമാണ്. എന്തായാലും പടത്തിന്റെ ഭാഗത്ത് അനൗൺസ്മെന്റ് വന്നിരിക്കുകയാണ്. നാളെ ഉച്ചയ്ക്ക് 12:07 ഒരു അനൗൺസ്മെന്റ് വീഡിയോ അല്ലെങ്കിൽ ഒരു പ്രൊമോ വീഡിയോ പുറത്തിറങ്ങാൻ പോവുകയാണ്. അതും സിനിമ സംവിധാനം ചെയ്യാൻ പോകുന്ന വേറെ ആരുമല്ല, നെൽസൺ ദിലീപ് കുമാർ ആണ്. നിലവില് അദ്ദേഹത്തിന്റെ ഒരു സിനിമയാണ് രജനികാന്തിന്റെ ജയിലർ സിനിമ സെക്കൻഡ് പാർട്ട്. മ്യൂസിക് നമ്മുടെ അനിരുദ്ധ് ആണ്. എന്തായാലും നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കും നാളെ ഉച്ചയ്ക്ക് 12:07 സിനിമയുടെ ഭാഗത്ത് ഒരു പ്രൊമോ വീഡിയോ. നമ്മുടെ അജിത് അണ്ണന്റെ 64ാമത്തെ സിനിമയുടെ ഭാഗത്ത് നിന്ന് വമ്പൻ അപ്ഡേറ്റ് തന്നെയാണ്. നമ്മുടെ തല അജിത്തിന്റെ കൂടെ ലാലേട്ടൻ അഭിനയിക്കാൻ പോവുകയാണ്. ഒഫീഷ്യലായിട്ട് അങ്ങനെ ഫൈനലൈസ് ചെയ്തു എന്നാണ് കേൾക്കാൻ സാധിക്കുന്നത് ഈ ഒരു നിമിഷം വരെ. ശ്രീലീല ആയിരിക്കും സിനിമയിൽ നായികയായിട്ട് വരാൻ പോകുന്നത്. അനിരുദ്ധ് ആയിരിക്കും സിനിമയിൽ മ്യൂസിക് ചെയ്യാൻ പോകുന്നത്. അതിക് രവിചന്ദ്രനാണ് സിനിമ സംവിധാനം ചെയ്യാൻ പോകുന്നത്. ഒരു കംപ്ലീറ്റ് എന്റർടൈനർ തന്നെയായിരിക്കും. ജസ്റ്റ് ആരാധകർക്ക് മാത്രമാവില്ല, എല്ലാ ഓഡിയൻസിനും സാറ്റിസ്ഫൈ ചെയ്യുന്ന പോലെ ആയിരിക്കും. എന്തായാലും വരും ആഴ്ചകളിൽ കാസ്റ്റിന്റെ അപ്ഡേറ്റും അതുപോലെ തന്നെ സിനിമയുടെ ഭാഗത്ത് ഒഫീഷ്യൽ അപ്ഡേറ്റ്സ് എന്തായാലും വരും ആഴ്ചകൾ കൺഫർമേഷൻ വരുമെന്നാണ് AK64 സിനിമയുടെ ഭാഗത്ത് വമ്പൻ അപ്ഡേറ്റ്സ് കാണാൻ സാധിക്കുന്നത്. അടുത്ത അപ്ഡേറ്റ് പരിശോധിക്കുകയാണെങ്കിൽ നമ്മുടെ തലേവർ 173 സിനിമയുടെ ഷൂട്ടിംഗ് അപ്ഡേറ്റ് തന്നെയാണ്. സിനിമയുടെ ഷൂട്ടിംഗ് ഈ വർഷം ഏപ്രിൽ മാസം ആദ്യവാരം സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് കേൾക്കാൻ സാധിക്കുന്നത്. അത് മാത്രമല്ല സിനിമയുടെ പ്രൊഡക്ഷൻ ഹൗസ് നമ്മുടെ കമൽഹാസൻ പ്രൊഡക്ഷൻ ഹൗസ് ആണ്, RKFI. അത് മാത്രമല്ല സിനിമയുടെ ഡയറക്ഷൻ നമ്മുടെ സിബി ചക്രവർത്തിയാണ്. പിന്നെ സിനിമേന്റെ OTT റൈറ്റ്സ് നെറ്റ്ഫ്ലിക്സ് ഇപ്പൊ തന്നെ മേടിക്കാൻ പോകുന്നു എന്ന് കേൾക്കാൻ സാധിക്കുന്നുണ്ട് വലിയൊരു എമൗണ്ടിനായിട്ട്. എന്തെങ്കിലും കാത്തിരിക്കുന്ന നമുക്ക് തലേവറിന്റെ ഒരു പടത്തിന്റെ കൂടുതൽ അപ്ഡേറ്റുകൾക്കായിട്ട് കൂടുതൽ സിനിമ വാർത്തകൾക്കായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്സ് ചാനൽ.